ഹലോ മക്കളെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാനോഫ്. മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് നമ്മുടെ പ്രോജക്റ്റ് ടൈഗർ എന്ന മെമ്മോയറിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണല്ലോ റിംഗ് മാസ്റ്ററായ മിസ്റ്റർ തോററ്റ്. അപ്പോൾ തോററ്റിൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ഓൾറെഡി സ്നേക്ക് ആൻഡ് ദ മിററിലെ ഹോമിയോപ്പതിൻ്റെയും അതേപോലെ തന്നെ അഡ്വഞ്ചേഴ്സിൻ്റെ ബനിയൻ ട്രീയിലെ കുട്ടിയുടെയൊക്കെ ക്യാരക്ടർ സ്കെച്ചുകൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോകൾ കാണാത്ത മക്കൾ അതുകൂടി ഒന്ന് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് തോററ്റിൻ്റെത്. അപ്പോൾ ഇതും എന്തായാലും പഠിച്ചിട്ട് മാത്രം പരീക്ഷയ്ക്ക് പോകാം കേട്ടോ. അപ്പം ഇത് വളരെ സിമ്പിളായിട്ടാണ് എഴുതിയിരിക്കുന്നത്, മക്കൾക്ക് പെട്ടെന്ന് തന്നെ പഠിക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ ആദ്യം തന്നെ എപ്പോഴും പറയുന്ന പോലെ ഹെഡിങ് തയ്യാറാക്കണം. അപ്പോൾ ഹെഡിങ് എങ്ങനെ തന്നെ എഴുതിയാൽ മതി, ക്യാരക്ടർ സ്കെച്ച് ഓഫ് മിസ്റ്റർ തോററ്റ്. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ മക്കൾക്ക് 1/2 മാർക്ക് കിട്ടും കേട്ടോ. ഓക്കെ, നമുക്ക് തുടങ്ങാം. മിസ്റ്റർ തോററ്റ് ഈസ് വൺ ഓഫ് ദ സെൻട്രൽ ക്യാരക്ടർ ഇൻ ദ ത്രില്ലിംഗ് മെമ്മോയർ പ്രോജക്റ്റ് ടൈഗർ റിട്ടൺ ബൈ പോപ്പുലർ ബംഗാളി ഫിലിം മേക്കർ സത്യജിത് റായ്. അപ്പോൾ നമ്മൾ ഒരൊറ്റ സെൻറ്റൻസിലൂടെ തന്നെ എഴുത്തുകാരനെയും നമ്മുടെ കഥാപാത്രത്തെയൊക്കെ പരിചയപ്പെടുത്തി. അതായത് പ്രശസ്ത ബംഗാളി ഫിലിം മേക്കറായ സത്യജിത് റായ് എഴുതിയിട്ടുള്ള പ്രോജക്റ്റ് ടൈഗർ എന്ന ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മെമ്മോയറിലെ ഓർമ്മക്കുറിപ്പിലെ ഒരു പ്രധാന കഥാപാത്രമാണ് മിസ്റ്റർ തോററ്റ്. മിസ്റ്റർ തോററ്റ് ഈസ് ദ റിംഗ് മാസ്റ്റർ ഓഫ് ദ ഭാരത് സർക്കസ്. ഭാരത് സർക്കസിലെ ഒരു റിംഗ് മാസ്റ്ററാണ് തോററ്റ്. ഹീ ഈസ് എ സൗത്ത് ഇന്ത്യൻ. അദ്ദേഹം ഒരു സൗത്ത് ഇന്ത്യക്കാരനാണ്. ഹീ ഈസ് എ ഹെൽത്തി ആൻഡ് വെരി വെൽ ബിൽറ്റ് പേഴ്സൺ വിത്ത് ദ ഫീച്ചേഴ്സ് ഓഫ് എ നേപ്പാളി. അദ്ദേഹം നല്ല ആരോഗ്യമുള്ള, നല്ല ഒത്ത ഉയരമൊക്കെയുള്ള ഒരു വ്യക്തിയാണ്. കണ്ടാൽ ഒരു കാഴ്ചക്ക് ഒരു നേപ്പാളി ലുക്കുള്ള ആളാണ്. ഹീ ഈസ് നോട്ട് മോർ ദാൻ 40 years old. 40 വയസ്സിൽ കൂടുതൽ പ്രായം തോന്നിക്കില്ല. ദർ ഈസ് എൻ ഓൾഡ് സ്കാർ ഓൺ ഹിസ് ഫോർ ആം കോസ്ഡ് ബൈ എ ടൈഗർ. ഒരു കടുവയുണ്ടാക്കിയ ഒരു പഴയ മുറിവ് അദ്ദേഹത്തിൻ്റെ കയ്യിലെ മുൻഭാഗത്തുണ്ട്. ഹി ഈസ് എ വെരി കോപ്പറേറ്റീവ് ആൻഡ് ഹെൽപ്ഫുൾ പേഴ്സൺ ഹു അഗ്രീസ് ടു ടേക്ക് ദ ടൈഗർ ഫോർ ദ ഷൂട്ടിംഗ് ദോ ഹി നോസ് ദാറ്റ് ഇറ്റ് വിൽ ബി എ റിസ്കി ജോബ്. അപ്പോൾ തൻ്റെ ഇതൊരു താൻ ഏറ്റെടുത്തിരിക്കുന്ന ജോലി വളരെ റിസ്ക് ഉള്ളതാണെന്ന് അറിഞ്ഞിട്ടും ആ ഷൂട്ടിങ്ങിന് വേണ്ടി കടുവയെ കൊണ്ടുപോകാൻ അദ്ദേഹം തയ്യാറാവുന്നുണ്ട്. അതിലൂടെ അദ്ദേഹം വളരെ കോപ്പറേറ്റീവ് ആണെന്നും ഹെൽപ്ഫുൾ ആണെന്നും മനസ്സിലാക്കാം. ഹീ ഈസ് ഓൾസോ എ ക്ലവർ പേഴ്സണാലിറ്റി. അദ്ദേഹം നല്ലൊരു ബുദ്ധിയുള്ള ഒരാൾ കൂടിയാണ്. ഹീ സജസ്റ്റ് ടു ടൈ എ തിൻ സ്ട്രോങ് വയർ അറൗണ്ട് ദ ടൈഗേഴ്സ് നെക്ക്. ആ കടുവയുടെ കഴുത്തിന് ചുറ്റും അദ്ദേഹം ഒരു തിൻ സ്ട്രോങ് വയർ കെട്ടണമെന്ന് നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മനസ്സിലാക്കാം അദ്ദേഹത്തിന് അത്യാവശ്യം ബുദ്ധിയൊക്കെ ഉണ്ടെന്ന്. ഹീ ഈസ് എ ഡെഡിക്കേറ്റഡ് പേഴ്സൺ. മാത്രമല്ല വളരെ അർപ്പണബോധമുള്ള ഒരു മനുഷ്യനും കൂടിയാണ്. സോ ഹി ടേക്സ് ദ 2 ടൈഗേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് 1. ഒന്നിന് പകരം 2 ടൈഗേഴ്സിന് അദ്ദേഹം കൊണ്ടുവരുന്നുണ്ടല്ലോ. ദേ അണ്ടർടേക്ക് മൾട്ടിപ്പിൾ ഷൂട്ടിങ്സ് വിച്ച് റിവീൽസ് ദ പേഷ്യൻസ് ഓഫ് മിസ്റ്റർ തോററ്റ്. അതായത് ഒന്നിലധികം തവണ ഷൂട്ടിംഗ് അവർ നടത്തുന്നുണ്ട്. അതിൽ നിന്ന് തോററ്റിൻ്റെ ക്ഷമയും നമുക്ക് മനസ്സിലാക്കാം. ദോ ഹീ ഈസ് വെരി സ്ട്രോങ് ആൻഡ് ബോൾഡ്, ഹീ ഈസ് വെരി സെൻസിറ്റീവ് ഓൾസോ. കാര്യമാണ്, വളരെ സ്ട്രോങ് ആണ്, ധൈര്യശാലിയാണെങ്കിലും വളരെ സെൻസിറ്റീവാണ് അദ്ദേഹം. As the tiger becomes violent, he also becomes panic and helpless. നമ്മുടെ കടുവ വയലൻ്റ് ആയിരുന്ന സമയത്ത് അദ്ദേഹവും അതേപോലെ പരിഭ്രാന്തനാവുകയും അസ്വസ്ഥനാവുകയും നിസ്സഹായനാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് ആൾ വളരെ സെൻസിറ്റീവാണ് നമുക്ക് മനസ്സിലാക്കാം. ഇൻ ഷോർട്ട്, ഈസ് എ ജെന്യൂൻ ആൻഡ് സ്ട്രേറ്റ് ഫോർവേഡ് പേഴ്സണാലിറ്റി വിത്ത് ഓൾ സോർട്ട് ഓഫ് ഹ്യൂമൻ ക്വാളിറ്റീസ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചുരുക്കത്തിൽ നമുക്ക് പറയുകയാണെങ്കിൽ അദ്ദേഹം വളരെ നല്ല മനസ്സുള്ള, വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള എല്ലാ ക്വാളിറ്റികളും, മനുഷ്യൻ്റെ എല്ലാ ക്വാളിറ്റികളും ഉള്ള ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ മക്കളെ, ഇത്ര എഴുതി കഴിഞ്ഞാൽ നമുക്ക് 6 മാർക്കിനോ അല്ലെങ്കിൽ 5 മാർക്കിനോ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കും. അതിനുള്ള ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് എഴുതാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.